നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന വാർത്ത, ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തൂക്കുകയർ. വധശിക്ഷ വിധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രൈബ്യൂണലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഷെയ്ഖ് ഹസീന ഇപ്പോൾ കഴിയുന്നത് ഇന്ത്യയിലാണ്. ശിക്ഷാവിധിക്ക് പിന്നാലെ ബംഗ്ലാദേശിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ദി ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് 3-നാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണൽ അനുമതി നൽകിയത്. കൂട്ടക്കൊല, വധശ്രമം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഉടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു. ഹസീനയ്ക്ക് ജയിൽ ശിക്ഷയോ വധശിക്ഷയോ വിധിച്ചാൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ അവരുടെ പാർട്ടിയായ അവാമി ലീഗ് ആഹ്വാനം ചെയ്തിരുന്നു. വീണ്ടും ഒരു കലാപഭൂമിയാകാൻ ബംഗ്ലാദേശ് സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവിടെയെല്ലാം തന്നെ അതീവ സുരക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 15-നും ഓഗസ്റ്റ് 15-നും ഇടയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഹസീനയുടെ സർക്കാർ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ബംഗ്ലാദേശ് വിട്ട ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഹസീന എവിടെയായാലും ശിക്ഷ നടപ്പാക്കുമെന്ന് ബംഗ്ലാദേശ് ഭരണകൂടവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹസീനയെ കൈമാറണമെന്ന് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷെയ്ഖ് ഹസീന അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്കും മേൽ ആക്രമണം നടത്തിയതായും കോടതി വിലയിരുത്തി. പ്രക്ഷോഭകാരികൾക്ക് മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിനെ കുറിച്ച് ഹസീനയ്ക്കും അറിവുണ്ടായിരുന്നുവെന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം നടത്താനും ഷെയ്ഖ് ഹസീന നിർദ്ദേശിച്ചുവെന്നും പറയുന്നു. പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട അബു സയ്യിദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തൽ നടത്തിയതിനും തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു. മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമൽ, പോലീസ് IG ചൗധരി അബ്ദുള്ള അൽ മാമൂൻ എന്നിവരും കേസുകളിൽ പ്രതികളാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന പോലീസ് നടപടിയിലാണ് വിധി. ജനുവരിയിൽ ബംഗ്ലാദേശിൽ നടന്നത് ഡമ്മി തെരഞ്ഞെടുപ്പാണെന്നാണ് ട്രൈബ്യൂണലിന്റെ കണ്ടെത്തൽ. മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലും പറഞ്ഞു. കഴിഞ്ഞ വർഷമുണ്ടായ ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന പേരിലാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിചാരണ നേരിടുന്നത്. ഹസീനയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുസ്മാൻ ഖാൻ കമാൽ, അന്നത്തെ IG ചൗധരി അബ്ദുള്ള അൽ മാമൂൻ എന്നിവരുടെ പേരിലും കുറ്റം ചുമത്തിയിട്ടുണ്ട്. കൊലപാതകം, കൊലയ്ക്കുള്ള ശ്രമം, പീഡനം, മനുഷ്യത്വമില്ലാത്ത മറ്റു പ്രവർത്തികൾ എന്നിവയ്ക്കാണ് ഹസീനയുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. ഇതിന്റെ പേരിലാണ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് ചീഫ് പ്രോസിക്യൂട്ടർ മുഹമ്മദ് താജുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ ധാക്കയിലെ വീടിന് മുന്നിലും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹസീനയുടെ വീടിന് മുന്നിൽ ബുൾഡോസറുകളും നിർത്തിയിട്ടതായുള്ള റിപ്പോർട്ടുകളുണ്ട്. 2024 ജൂലൈയിലുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് 5-ന് രാജിവെച്ച് നാടുവിട്ട ഹസീന അന്നു മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത്. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ നീണ്ട പ്രക്ഷോഭത്തിൽ ഏകദേശം 1400ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് UN-ന്റെ കണക്ക്. അന്ന് ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയടക്കം കൊള്ളയടിക്കുന്ന പ്രക്ഷോഭകാരികളെ കാണാനായിട്ട് സാധിച്ചു. പല രീതിയിലും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ നശിപ്പിക്കുന്നതും തെരുവുകളിൽ അത് കൂട്ടിയിട്ട് കത്തിക്കുന്നതും അടിവസ്ത്രം അടക്കമിട്ടുകൊണ്ട് വളരെ പരിഹാസപൂർവമായിട്ടുള്ള പ്രക്ഷോഭകാരികളുടെ അന്നത്തെ പ്രക്ഷോഭം ട്വിറ്റർ അടക്കമുള്ള X അക്കൗണ്ടിലൂടെയും മറ്റും ലോകം കണ്ടതാണ്. വളരെ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭം തന്നെയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വേളയിൽ വളരെ നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് ഷെയ്ഖ് ഹസീന നാടുവിട്ടത്. ഒരുപക്ഷെ പ്രക്ഷോഭകാരികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രത്യാക്രമണത്തിനോ അല്ലെങ്കിൽ വലിയൊരു പ്രത്യാഘാതം തന്നെ സംഭവിക്കുമായിരുന്നു. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും ഇത്തരത്തിലൊരു കുറ്റവിചാരണയെ താൻ കാര്യമായി എടുക്കുന്നില്ലെന്നും തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ ഹസീന പറഞ്ഞു. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തന്റെ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അത് നടക്കില്ലെന്നും ഹസീന പറഞ്ഞു.
അത്ര എളുപ്പത്തിൽ അവാമി ലീഗിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അടിത്തട്ടിൽ നിന്ന് വളർന്ന പാർട്ടിയാണിത്. അധികാരം പിടിച്ചെടുത്ത ആളുടെ പോക്കറ്റിൽ നിന്ന് കിളിർത്തു വന്നതല്ല എന്നാണ് ഹസീന പറഞ്ഞിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുസ്സമാൻ ഖാൻ കമൽ, അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ചൌധരി അബ്ദുള്ള അൽ മാമൂൻ എന്നിവർക്കെതിരെയാണ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ വിധി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 15-നും ഓഗസ്റ്റ് 15-നും ഇടയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഹസീനയുടെ സർക്കാർ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി എന്നതാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം. കൊലപാതകം, വധശ്രമം, പീഡനം, മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ എന്നിവ ചുമത്തിയതിനാൽ ഹസീനയ്ക്ക് വധശിക്ഷ കിട്ടുമെന്ന് പലരും കരുതിയിരുന്നു. ഹസീനയ്ക്കെതിരായി വിധി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവാമി ലീഗിന്റെ പ്രതിഷേധമുണ്ടായാൽ കർശനമായി നേരിടാനാണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ തീരുമാനം. തെരുവിലിറങ്ങുന്നവരെ കർശനമായി നേരിടുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ധാക്കയിൽ അക്രമികളെ കണ്ടാൽ ഉടൻ വെടിവെക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. ബംഗ്ലാദേശ് വിട്ട ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഏതായാലും ഹസീന എവിടെ പോയാലും ശിക്ഷ നടപ്പാക്കുമെന്നാണ് ബംഗ്ലാദേശ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹസീനയെ കൈമാറണമെന്ന് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് വിധി വന്ന സ്ഥിതിക്ക് ഇന്ത്യ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. വധശിക്ഷയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി എവിടെ പോയാലും അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു വിധി വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെ സുരക്ഷാ സേനയെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നാണ് യൂനിസ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ ഇനി ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ ഇനി ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കൂടി ഇനി കണ്ടറിയേണ്ടതുണ്ട്.